പപ്പാച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പപ്പാച്ചീസ് കിച്ചണിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് പപ്പാച്ചീസ് കിച്ചണിൽ പപ്പാച്ചി എത്തിയിരിക്കുന്നത് ഒരു സ്പെഷ്യൽ വിഭവമായിട്ടാണ്. ഇന്ന് നമ്മളെ പപ്പാച്ചി ഉണ്ടാക്കാൻ പഠിപ്പിക്കുന്നത് എരിശ്ശേരിയാണ്. നമ്മളിവിടെ ഉണ്ടാക്കുന്നത് മത്തങ്ങ വൻപയർ എരിശ്ശേരിയാണ്. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാം. നമ്മളിവിടെ വൻപയർ ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇത് വേവിക്കാനായിട്ട് നമ്മൾ ചെയ്യുന്നത് ഒരു 2 മണിക്കൂർ മുമ്പ് നമ്മൾ പച്ചയായിട്ടുള്ള വൻപയർ വെള്ളത്തിലിടുക. അതിനുശേഷം ഒരു വിസിൽ മാത്രം അടിച്ച് നമ്മളത് വേവിച്ച് വെച്ചിരിക്കുകയാണ് കാണുന്നത്. അപ്പോൾ ഇതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള മറ്റ് സാധനങ്ങളെന്ന് പറയുന്നത് മത്തങ്ങ നമ്മൾ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് നമ്മളിവിടെ മുറിച്ച് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ആവശ്യം വരുന്നത് വെള്ളമാണ്. നമ്മളൊരു 1/2 കപ്പോളം വെള്ളം ഇത് പാചകം ചെയ്യാനായിട്ട് ആവശ്യം വരും. ഇതോടൊപ്പം ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കിപ്പോൾ കാണാം. നമ്മളിവിടെ ഒരു സവാള നമ്മൾ ഇത്രയും വലിപ്പമുള്ള കഷ്ണങ്ങളായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ 3 വറ്റൽമുളക് ആവശ്യം വരും. പിന്നെ 2 വേപ്പിലത്തണ്ട്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്ന 1 മുറി തേങ്ങ ചിരണ്ടിയതാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ പകുതി നമ്മൾ അരച്ചെടുക്കാനായിട്ട് ആവശ്യം വരും. അതിൻ്റെ മറ്റേ പകുതി നമ്മൾ വറുത്ത് ഇടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനോടൊപ്പം ആവശ്യമുള്ള മറ്റ് സാധനങ്ങൾ നമ്മൾ ഒരു 8 അല്ലി വെളുത്തുള്ളി ഇവിടെ എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ചെറുജീരകം, അതായത് കറിജീരകം ഇവിടെ എടുത്ത് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ 12 പച്ചമുളക്, 4 ചെറിയ ഉള്ളി, മഞ്ഞൾപ്പൊടി, കടുക്, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ പാചകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എണ്ണ. നമ്മൾ ഇതിൻ്റെ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് മത്തങ്ങ വേവിക്കാൻ വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു മത്തങ്ങ നമ്മളവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട്. ആ സമയത്ത് തന്നെ നമുക്ക് ഈ ചേരുവകളെല്ലാം ചേർത്ത് നമുക്കിത് ഇതൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് ചേർക്കേണ്ടത് വെളുത്തുള്ളി, നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ചെറുജീരകം, അത് കറിജീരകം, തേങ്ങ. നമ്മൾ പറഞ്ഞത് മുന്നേ സൂചിപ്പിച്ച് പറയാം, നമ്മളുടെ 1 മുറി തേങ്ങയുടെ പകുതി മാത്രമാണ് നമ്മൾ അരയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ പച്ചമുളകും ചെറിയുള്ളിയും ചേർത്ത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നമുക്ക് അരയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഉപയോഗിച്ച് നമ്മൾ ഇതിനകത്തൊന്ന് വെറ്റ് ആൻഡ് ഡ്രൈ ഗ്രൈൻഡറിന് നമ്മളൊന്ന് അരച്ചെടുക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുത്തിട്ട് വരും. ഇപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ ആവശ്യം ചീഞ്ചട്ടി ഇവിടെ വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് സവാളയും വറ്റൽമുളകും നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കാം. ഇത് ചെറുതായിട്ട് ഒന്ന് വാഴയതിന് ശേഷം നമുക്ക് തേങ്ങയിട്ട് ഇതൊന്ന് വറുത്തെടുക്കാം. ഇപ്പം നമ്മൾ സവാള ഒരു നന്നായിട്ട് വാടിയിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് തേങ്ങ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 2 തണ്ട് വേപ്പിലയും നമ്മളിതിനകത്തേക്ക് ചേർക്കുകയാണ്. ഇപ്പം നമ്മൾ തേങ്ങ നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. നമുക്കറിയാം, നമ്മൾ വറുത്തരച്ച് കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ ഈ സവാളയും തേങ്ങയും നമ്മൾ നല്ല ഗോൾഡൻ ബ്രൗൺ കളറിൽ വറുത്തരയ്ക്കുന്ന രീതിയിൽ തന്നെ നമ്മൾ ചെയ്തെടുക്കാം. നമ്മളിവിടെ മത്തങ്ങ ഏകദേശം ഒരു 15 മിനിറ്റോളം വന്നിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന ആ മിശ്രിതം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുക. ഇതിനകത്തേക്ക് നമ്മൾ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ ആവശ്യത്തിന് ഉപ്പ്. നമ്മൾ മുന്നേ പറഞ്ഞതുപോലെ 2 കിലോ മത്തങ്ങയ്ക്കുള്ള ചേരുവകളാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും ഉപ്പ് നമ്മളുടെ സ്വാദിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുക. അപ്പോൾ നമ്മൾ ഈ മത്തങ്ങയിലേക്ക് നമ്മളുടെ അരപ്പും മഞ്ഞപ്പൊടിയും ഉപ്പും ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊരു 10 മിനിറ്റ് കൂടി ഇത് വെയിറ്റ് ചെയ്യണം. എന്നാലും തിളച്ച് നമ്മളുടെ അരപ്പിൻ്റെ പച്ചച്ചവയൊന്ന് മാറുന്നതിന് വേണ്ടിയിട്ട് നമ്മളൊരു 10 മിനിറ്റ് കൂടി ഇതിട്ടൊന്ന് തിളപ്പിക്കണം. അതിന് ശേഷമാണ് നമ്മൾ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഇത് 2 സ്റ്റെപ്പും നമുക്ക് ഒരേ സമയത്ത് തന്നെ ചെയ്യാൻ നമുക്ക് കാണാം. നമ്മുടെ തേങ്ങ നമ്മളുടെ ഇവിടെ മൂത്തോണ്ടിരിപ്പുണ്ട്. ഏകദേശം ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 2 സ്റ്റെപ്പ് നമുക്ക് ഒരേ സമയം തന്നെ
എളുപ്പത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്ത് കിട്ടുന്നതിന് വേണ്ടി നമുക്ക് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ മത്തങ്ങ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട്. നമ്മളിവിടെ ഒരു കടകോല് വെച്ച് നമ്മളിതൊന്ന് ഉടച്ചെടുക്കുകയാണ്. നമ്മളിവിടെ വീട്ടിൽ എന്താണുള്ളത്, ഇപ്പോൾ കയ്യിൽ വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഉടച്ചാൽ മതി. ഇവിടെ കടകോല ഉള്ളത് കൊണ്ട് മാത്രം നമ്മൾ എളുപ്പത്തിന് വേണ്ടി ഇത് വെച്ച് നമ്മളിതൊന്ന് ഉടച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ഇതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ നമ്മളിതിനകത്തേക്ക് ചേർക്കുകയാണ്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം ചേർക്കുമ്പോൾ നമ്മൾ ഒത്തിരി വെള്ളമായി പോകരുത്. നമുക്ക് കാണാം, ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്ക് കാണാം. അപ്പോൾ ഈ രീതിയിൽ കിട്ടുന്ന രീതിയിൽ ആവശ്യമായിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുന്നത്. ശ്രദ്ധിക്കുക, വെള്ളം ഒരിക്കലും കൂടിപ്പോകരുത്. ഇപ്പോൾ കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് നമുക്ക് വെള്ളം ചേർക്കാം, പക്ഷേ കൂടിപ്പോകരുത്. അപ്പോൾ അതെല്ലാവരും ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ നമ്മൾ ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കളർ നമുക്ക് കാണാം, ഒരു ഗോൾഡൻ ബ്രൗൺ കളറാണ്. അപ്പോൾ നമ്മൾ അത് ഇതിനകത്തേക്ക് ചേർക്കുകയാണ്. നമ്മളുടെ മത്തങ്ങ മൺപയർ എരിശ്ശേരി ഇവിടെ റെഡിയാണ്. നമ്മളിവിടെ ചേനയിടാത്ത മത്തങ്ങ എരിശ്ശേരിയാണ് ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ സ്വാദിഷ്ടമായൊരു കറിയാണ്, പ്രത്യേകിച്ച് നമ്മൾ ചോറിന് കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ കണ്ടു വളരെ എളുപ്പത്തിൽ നമുക്ക് എങ്ങനെ മത്തങ്ങ എരിശ്ശേരി ഉണ്ടാക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മളിവിടെ തേങ്ങ അത്ര സുലഭമായിട്ട് കിട്ടാത്തതുകൊണ്ടാണ് നമ്മൾ ഇത്രത്തോളം തേങ്ങ നമ്മൾ ഉപയോഗിച്ചത്. ഇപ്പോൾ തേങ്ങ നന്നായിട്ട് കിട്ടുന്ന നാട്ടിലൊക്കെ ആണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒത്തിരി തേങ്ങ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ടേസ്റ്റ് അതനുസരിച്ച് കൂടുതൽ കിട്ടും. അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് നിങ്ങൾ ചെയ്യുക. ഇപ്പോൾ മത്തങ്ങ എരിശ്ശേരിയുടെ ഈ സ്പെഷ്യൽ പപ്പാച്ചീസ് റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വട്ടം അടുത്ത സ്പെഷ്യലുമായി നമുക്ക് പപ്പാച്ചീസ് കിച്ചണിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.